മുഖ്യപ്രഭാഷണത്തിൽ നിന്ന് ആമുഖത്തിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫാണിപ്പോൾ. ഞാനിപ്പോൾ ഈ പ്രോഗ്രാം എൻ്റെ 4ാമത്തെ പ്രോഗ്രാമാണ് ഇന്നത്തത്. ഇത് കഴിഞ്ഞ് ഇനി 2 പ്രോഗ്രാം എനിക്ക് എറണാകുളത്തുണ്ട്. അപ്പോൾ എറണാകുളത്ത് ടൈം കൊടുത്തിരിക്കുന്ന 6:30 മണിയാണ്. അപ്പം അതുകൊണ്ടാണ് എന്നെ ആമുഖമാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. ആമുഖത്തിൽ പറയാൻ ഇന്ന് ഞാൻ കാണുന്നതും വളരെയധികം വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും പട്ടാളക്കാരെക്കുറിച്ച്, എസ്പെഷ്യലി ഇൻ കേരള, പോലീസ് അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് ദ സോൾജേഴ്സ്. 2 പേരുടെയിലും തെറ്റുണ്ടാകുമായിരിക്കാം. പക്ഷേ ഒരു പട്ടാളക്കാരൻ എന്താണ്, അല്ലെങ്കിൽ ആ പട്ടാളക്കാരന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് എന്താണ് എന്നുള്ളത് അറിയാത്ത രീതിയിൽ വേറൊരു യൂണിഫോം ഇട്ട ഫോഴ്സ് ബിഹേവ് ചെയ്യുന്ന സമയത്ത് അത് പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഭരണകൂടത്തിലുള്ള ചില വ്യക്തികളെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട് അവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എഗൻസ്റ്റായിട്ട്, പോലീസിന് എഗൻസ്റ്റായിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്. ബട്ട് വൈ ഡോണ്ട് യു ഗീവ് ദാറ്റ് റെസ്പെക്ട് ടു ദ സോൾജേഴ്സ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന ഭരണകൂടം എങ്ങനെയിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും പ്രജകളുടെയും ബിഹേവിയർ എന്ന് പറയുന്നത്. ഇന്ന് പട്ടാളക്കാരെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ന്യായപീഠങ്ങളാണ്. അവർ സ്വമേധയാ കേസെടുത്തുകൊണ്ട് പലപ്പോഴും പട്ടാളക്കാരുടെ ഫേസ് രക്ഷിച്ചിട്ടുണ്ട്. ബട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാലത്തെ ഭരണകൂടത്തിൻ്റെ പല ഭരണങ്ങളും കണ്ടു കഴിഞ്ഞാൽ പട്ടാളക്കാർക്ക് ശരിക്കുള്ള റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ 1996 കാർഗിൽ മിലിറ്ററി ഇൻ്റലിജൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് പോട്ടിച്ചറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വളരെ ക്ലോസ് ആയിട്ടുള്ളതാണ്. എന്നും അവിടെ പാകിസ്ഥാനി ഷെല്ലിങ് നടക്കും. ഷെല്ലിങ് നടന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ പാകിസ്ഥാനി ഷെല്ലുകൾ, അത് മോട്ടറിൻ്റെയും അല്ലെങ്കിൽ ഹോവറ്റ്സൺസിൻ്റെയും ഇതിൻ്റെ ഷെല്ലുകൾ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ തിരിച്ചങ്ങോട്ട് ഫയർ ചെയ്യാനുള്ള ഓർഡറിന് ഞങ്ങൾ 3-4 ദിവസം വെയിറ്റ് ചെയ്യാറുണ്ട്. എന്നാലും ഡൽഹിയിൽ നിന്ന് ആ ഓർഡർ വരാറില്ല. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഗവൺമെൻറ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഐ ഹാപ്പൻ ടു ബി എ പാർട്ട്, അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് 1 ബുള്ളറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് 1000 ബുള്ളറ്റ് അങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു പട്ടാളക്കാരൻ്റെ ഊർജം കൂടുന്നത്. അല്ലാതെ അവിടുന്ന് ബോർഡറിലും കാത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടുന്ന് വെടിവീഴുന്നു, കൂടെയുള്ളവൻ മരിച്ചു വീഴുന്നു, ഇവന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വെടിവെക്കാനുള്ള പെർമിഷന് വേണ്ടിയിട്ട് ഞാൻ 4-5 ദിവസം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സീസ് ഫയറിൻ്റെ ഓർഡർ വരികയാണ്. ആ സ്ഥലത്താണ് നിങ്ങളെപ്പോലുള്ള നാദബ്രഹ്മം ട്രസ്റ്റിനെ പോലുള്ള ആളുകൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ വന്നുകൊണ്ട് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടുത്തെ ആമുഖ പ്രഭാഷണത്തിനുമല്ല, നിങ്ങളൊന്ന് അഭിനന്ദിക്കണം. കാരണം നിങ്ങളെപ്പോലുള്ള വ്യക്തികളെങ്കിലും ഞങ്ങളെപ്പോലുള്ള പട്ടാളക്കാരെക്കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഈ ആദരവ് ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആയിട്ട് ഈ ആദരവ് കൊടുക്കാൻ വേണ്ടി അവരെ വിളിച്ച് ഇത്രയും ആളുകൾ കാണുന്ന സമയത്ത് ഐ ആം റിയലി ഹാപ്പി ടു സീ യു ഓൾ ഫോർ ദിസ്. പല സമയത്തും വേദനകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ ഞാനൊരു TV ചർച്ചയിൽ ഒരു പ്രാവശ്യം പറഞ്ഞത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു. അത് 1971 നമ്മുടെ തൃശ്ശൂർക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി കല്യാണം കഴിച്ചിട്ടുള്ള ഒരു മേജർ. ആരാണ് ഈ തൃശ്ശൂർക്കാരുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ ശോഭ ഫാമിലിയുടെ ലക്ഷ്മി ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് മേജർ ചാന്ദ് മൽഹോത്ര എന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹം 71 ഇവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് തൻ്റെ 10 പട്ടാളക്കാരെയും കൊണ്ട് പാകിസ്ഥാനിലോട്ട് പോയി ഇവിടെ 10 പട്ടാളക്കാരുടെ തലയറുത്ത് പോയ പാകിസ്ഥാനീസിനെ ചേസ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരുടെ ഫുൾ ബറ്റാലിയൻ അല്ല, അവരുടെ ഫുൾ പ്ലട്ടൂൺ എന്ന് പറയുന്നത് 30 മെമ്പേഴ്സിൻ്റെ ഒരു ടീമാണ്. ഈ പ്ലട്ടൂണിനെ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് വെട്ടിക്കൊന്നിട്ട്, വെടിവെച്ചിട്ടും കൂടെ അല്ലായിരുന്നു, കുക്കറി വെച്ചിട്ടാണ് കൊന്നത്. ചിലയിടത്ത് വെടിയുണ്ട്. പക്ഷെ അവസാനം അദ്ദേഹം ഇവരെല്ലാം ചെവി കട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടൊരു ചരിത്രമുള്ള ഒരാളുണ്ട് ഇവിടെ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയായിരുന്നു? ഞാൻ പറയുന്നവരേക്ക്, ഞാൻ ആ TV ചർച്ചയിൽ പറഞ്ഞപ്പോഴാണ് ലോകം തന്നെ അറിയുന്നത്. പിന്നെ ഇവരെല്ലാം തിരിച്ച് ഗൂഗിളിലും ഇവിടെ എല്ലാം നോക്കും, ഓ ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ വ്യക്തി ഇത് പറയുന്ന സമയത്ത് അദ്ദേഹം മസ്കറ്റിൽ വലിയൊരു ബിസിനസ്സുകാരനായി
പക്ഷേ ലാസ്റ്റ് ഡേയ്സിലൊരു 8-10 വർഷം പാരലൈസായി ഇങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്തായിരുന്നു. പിന്നീട് ലാസ്റ്റ് സ്റ്റേജിൽ ഈ സംഭവമെല്ലാം പുറത്തു വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇത് അറിഞ്ഞ് മസ്കറ്റിൽ അവിടുത്തെ കമ്മീഷണർ അംബാസിഡർ വെൻ ടു ദ ഹോസ്പിറ്റൽ, ഒരു ബൊക്കയും വലിയൊരു ഷോളും കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ത്യ ഗവൺമെൻറ് റെക്കഗ്നൈസ് യുവർ ഹീറോയിസം ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ആ കോമയിൽ കിടന്നിരുന്ന ചാന്ദ് മൽഹോത്ര സാറിൻ്റെ കണ്ണിൽ ഒരിട്ട് കണ്ണീര് വന്നു. ലക്ഷ്മി ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രവി, ഇറ്റ് ഇസ് സോ സർപ്രൈസിങ്. കോമയിലാണ്, ആ വ്യക്തി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആ കണ്ണീര് വന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ രാജ്യം അംഗീകരിച്ചു എന്ന് പറയുന്ന ആ ഒരു ഷോളും ആ ഒരു ബൊക്കയുമായിരുന്നു. ഇത് ചെറിയ കാര്യമല്ലത്. എല്ലാവർക്കും നെഞ്ചത്ര മെഡൽ കിട്ടിക്കൊള്ളുന്നില്ല. ആ ഒരു ഷോളും ആ ഒരു ഫ്ലവർ ബൊക്കയും made him to cry. He was so happy. After 1 month he died. At least before he died, he understood that his country recognized him and awarded him. ഇത്രയേ ഉള്ളൊരു പട്ടാളക്കാരന് ആവശ്യം. യു ഗിവ് ഹിം എ പാറ്റ് ഓൺ ഹിസ് ബാക്ക്. അല്ലാതെ നിങ്ങൾ കുറേ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, പട്ടാളക്കാരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും വേണ്ടില്ല, നിന്ദിക്കാതിരിക്കൂ. അവിടെയാണ് നിങ്ങളെപ്പോലുള്ള സംഘടനകൾ പ്രസക്തരാകുന്നത്. അത് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്ത് പട്ടാളക്കാരോട്, അതും ജസ്റ്റിസിനെ പോലുള്ള ഒരാളെ മുഖ്യാതിയായി വിളിച്ചുകൊണ്ട് നിങ്ങൾ ആ പട്ടാളക്കാരെ ആദരിക്കുന്നത് കാണുന്ന സമയത്ത് ഐ എം റിയലി ഇൻഡെപ്റ്റഡ് ടു യു. നിങ്ങളെപ്പോലുള്ളവരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ ഈ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ഇത് മതി ഇന്ന് ജീവിച്ചിരിക്കുന്ന പട്ടാളക്കാർക്ക് ശക്തമായിട്ട് ആ ബോർഡറിൽ നിങ്ങളെ കാക്കാൻ. അവർ കാത്തിരിക്കും, അവരൊരിക്കലും പിറകിലോട്ട് തിരിഞ്ഞു ഓടില്ല. ആ ഒരു ഊർജ്ജമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ പട്ടാളക്കാരാണ് ഇതൊക്കെ കാണുന്നത്. മരിച്ചുപോയവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആദരവ് അതാണ് ഇവിടെ കാണുന്നത്. ഇത് കാണുമ്പോൾ ജീവിച്ചിരിക്കുന്ന പട്ടാളക്കാർക്ക് ഡെഫിനറ്റായിട്ടും ദെയർ എനർജി മൾട്ടിപ്ലൈസ്. സോ അധികം സംസാരിച്ച് നിന്നാൽ എനിക്ക് പ്രശ്നമായിരിക്കും. വേറൊരു സ്ഥലത്തോട് എങ്ങനെ ഓടിക്കുന്നത്, എവിടേക്ക് എനിക്ക് സ്പീഡിൻ്റെ ഓവർ സ്പീഡിൻ്റെ ചലാനെന്നുള്ളത് പിന്നീട് അറിയാം. എങ്ങനെയായാലും സമയത്തിന് എത്തുക എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. ഞാനിവിടെ 4:15 എത്തുമെന്ന് പറഞ്ഞു, 4:15 ഞാനിവിടെ എത്തിയിരുന്നു. ഇനി അവിടെ അതുപോലെ എത്താൻ ശ്രമിക്കാം. അതുകൊണ്ട് വിത്ത് ഡ്യൂ അപ്പോളജി ഫ്രം ഓൾ ഓഫ് യു ആൻഡ് സർ, വിത്ത് യുവർ പെർമിഷൻ സർ, ക്യാൻ ഐ ലീവ് ഇഫ് യു പെർമിറ്റ്, ദെൻ വിത്ത് ഓൾ യുവർ പെർമിഷൻ. താങ്ക് യു സോ മച്ച് ആൻഡ് വൺസ് അഗെയിൻ congratulations and thank you for all this treatment what you gave to us. Thank you and a big Jai Hind.